ഇവിടെ യങ്സ്റ്റേഴ്സിനും ടീനേജേഴ്സിനും അനുകൂലമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോൾ ആരെയാണ് പ്രതിസ്ഥാനത്തേക്ക് നമ്മൾ നിർത്തുന്നത്? ഇപ്പോഴത്തെ ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും മുന്നേ ഉള്ള ഒരു ജനറേഷനെയാണ് പലപ്പോഴും പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നത്. അവരാണ് ആ ഒരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥാനത്തിലേക്കൊക്കെ പതുക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഞാനടക്കമുള്ള 90s ഉള്ള ആളുകൾ. വിദേശത്തേക്ക് പഠിക്കാനായിട്ടും ജോലിക്കും ഒക്കെ പോകുന്ന യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ആയിട്ടുള്ള ആളുകൾ അല്ലാത്ത അവരുടെ മുന്നിലുള്ള ആ ഒരു തലമുറയാണോ ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ? അല്ലെങ്കിൽ അവർക്ക് മുന്നേ ഉള്ള ഒരു തലമുറയാണോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ? അവർ മാത്രമാണോ ഇതിന്റെ റീസൺ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ക്രാബ് മെന്റാലിറ്റി എന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ക്രാബ്? ഞണ്ടുകളെ ഒരു ബക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഞണ്ടിൽ ഒരെണ്ണം രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചാലും ബാക്കിയുള്ളതുങ്ങളെല്ലാം കൂടെ അതിന് വലിച്ച് താഴേക്കിടും. അവർ ആ ഒരു ബക്കറ്റിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് കിടക്കും. ഈ ക്രാബ് മെന്റാലിറ്റി ഇപ്പോൾ ഇവിടെ നിന്ന് മടുത്തു വിദേശത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്ന ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഇടയിൽ കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സോഷ്യൽ മീഡിയയിൽ വളരെ എവിഡന്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ വരുന്ന കമന്റുകളിലെ ആ ഒരു നൈരാശ്യം, അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രാബ് മെന്റാലിറ്റി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും.